പശ്ചിമേഷ്യയില് വലിയ ഒരു യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിക്കും, ഇപ്പൊ ഉള്ളത് യുദ്ധമല്ലേ എന്ന്. ആണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന ഭീകര യുദ്ധം കണക്ക് കൂട്ടുമ്പോൾ ഇത് ഒരു തുടക്കം മാത്രമെന്ന് ചിന്തിക്കേണ്ടി വരും. ഇസ്രായേലിന്റെ സുരക്ഷ എന്ന ഒരു വലിയൊരു മൂടുപടം ഇട്ടുകൊണ്ടാണ് അമേരിക്ക സത്യത്തിൽ ഈ ലോകത്തിന്റെ മുന്നിൽ ഈ നാടകം കളിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ ഈ സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുമ്പോൾ ഈ യുദ്ധം ഇവിടെയൊന്നും തീരൂല. ഇനി അഥവാ എന്തെങ്കിലും കരാറുകൾ ലോകത്തിന്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അമേരിക്ക ചില കരാറുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. അത് അമേരിക്ക തന്നെ ഒരുപക്ഷെ സൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ, ഒപ്പിടുന്ന ഒരു സാഹചര്യം വന്നാൽ അത് അമേരിക്ക തന്നെ അത് കുളമാക്കും. കഴിഞ്ഞ നമ്മൾ കണ്ടതാണ്. അമേരിക്ക തന്നെ യുദ്ധം നിർത്തുന്നു എന്ന നിലയിൽ കൊണ്ടുവന്ന ശേഷം ഇറാൻ വഴിക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ അത് അമേരിക്ക തന്നെ കുളമാക്കി. കാരണം ആ കരാറ്, അത്തരത്തിലുള്ളൊരു കരാറ് വരാൻ പാടില്ല. ഈ ഒരു സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാവും അമേരിക്ക ഇത്തരത്തിലുള്ള കരാറ് ഒപ്പുവെക്കുമോ ഇല്ലയോ എന്ന്. ഇവർ പറയുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിന് ഇറാൻ ഒരു തടസ്സമാണ്, അതുകൊണ്ട് ഇറാനെ നമ്മൾ നിരായുധീകരിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും അല്ല. പശ്ചിമേഷ്യയിലെ അളവറ്റ എണ്ണ സമ്പത്ത്, അത് ഇറാനിൽ മാത്രമല്ല, അത് സൗദി അറേബ്യ ആയാലും ഖത്തർ ആയാലും ഒമാൻ ആയാലും മറ്റേത് രാജ്യമായാലും പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളുടെയും എണ്ണ സമ്പത്തിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണം. ഇപ്പോ ഡൊണാൾഡ് ട്രംപിന് വേണം. അതുപോലെ തന്നെ ഇറാനിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. അമേരിക്കയുടെ ആവശ്യത്തിനുള്ള യുറേനിയം അവരുടെ പക്കലില്ല. അവിടെ ഉള്ളിടത്ത് കൊള്ളയടിക്കണം. ഇത് വില കൊടുത്ത് വാങ്ങണം നടക്കുന്ന പരിപാടിയല്ലല്ലോ. അതുകൊണ്ട് ആരാന്റെ മുതൽ കൊള്ളയടിച്ചാണ് ട്രംപിന് ശീലം, പിടിച്ചു പറിച്ചാണ് ശീലം. നമുക്കറിയാം, വെനിസ്വേലയിൽ കയറി അടിച്ചതും ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിയതും നമുക്കറിയാം. അതുപോലെ അമേരിക്ക ഇറാഖിനെ അസ്ഥിരപ്പെടുത്തിയത് നമുക്കറിയാം. അതായത് ലോക രാജ്യങ്ങൾ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൊള്ളയടിച്ചിട്ട്, അതായത് കള്ളം കട്ടുകൊണ്ടുവന്നിട്ട് സ്വന്തം ജനതയ്ക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരു ഭരണ പ്രതിനിധിയുള്ള ഒരു രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കള്ളനെ, ലോക കള്ളനെയാണ് ലോകത്തിന്റെ ഏറ്റവും മൂത്താശേരിയായിട്ട് ഈ എല്ലാ ലോക രാജ്യങ്ങളും എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. ഏതായാലും ഈ എണ്ണ സമ്പത്തും ഈ യുറേനിയം ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ ആധിപത്യം ഇത് പിടിച്ചെടുക്കണം എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇത് എല്ലാ രാജ്യങ്ങൾക്കും പകൽ പോലെ അറിയാം. പക്ഷെ ചെയ്യുന്നത്, കള്ളത്തരം കാണിക്കുന്നത്, കൊള്ളയടിക്കുന്നത്, മറ്റുള്ളവരുടെ മുതൽ പിടിച്ചു പറിക്കുന്നത്, എടുത്തോണ്ട് പോകുന്നത് ട്രംപ് ആയതുകൊണ്ട്, അമേരിക്കക്കാരായതുകൊണ്ട് യാതൊന്നും മിണ്ടാതെ അവനെ ഷൂസും നക്കി നോക്കി കുത്തിയിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധങ്ങൾ അഴിച്ചുവിടുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പണ്ടേ ഉള്ള ഒരു ശൈലിയാണ്. ഇത്തവണയും അവർ അതിന് ഫലപ്രദമായി തന്നെ ഒരു മാർഗമുണ്ടാക്കി. ഇസ്രായേലിനെ മുൻനിർത്തിയിട്ട് പശ്ചിമേഷ്യയിലെ സമ്പന്നമായിട്ടുള്ള എണ്ണപ്പാടങ്ങൾ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ യുറേനിയം ഖനികളൊക്കെ അവർ ലക്ഷ്യമിടുന്നുണ്ട്. ഇവിടെ ഒന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ അമേരിക്കയ്ക്ക് വേറൊരു ചീഞ്ഞ സ്വഭാവമുണ്ട്. ഇത് നമുക്ക് തിന്നാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് അവനും തിന്നണ്ട, അല്ലെങ്കിൽ വിഷം കലക്കിയിട്ട് കാട്ടം കലക്കിയിട്ട് അവനും തിന്നണ്ട എന്നൊരു ചീഞ്ഞ നിലപാടുണ്ടല്ലോ, വൃത്തികെട്ട നിലപാട്. അതായത് പിശാചിന്റെ പ്രതീകമാണ് അമേരിക്ക എന്ന് പറയാതിരിക്കാൻ വയ്യ. അതവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ കാണിക്കുന്നത് അതാണ് എന്ന് പറയാനുള്ള മറ്റതിനുറപ്പ് ഈ ലോക രാജ്യങ്ങൾക്കും പല രാജ്യങ്ങൾക്കും ഇല്ല. ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് അത് കാണിച്ചു തുടങ്ങി. അതുകൊണ്ട് നടക്കില്ല, നിങ്ങളെ ഉടായ്പ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ലക്ഷണമാണ്. ആരെങ്കിലുമൊക്കെ തുടങ്ങി വെക്കണമല്ലോ. ഏതായാലും അതേ ഒരു ആശയം തന്നെയാണ് പൂർണ്ണ തോതിൽ ഇറാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ ക്രൂരമായിട്ടുള്ള ഈ കടന്നുകയറ്റങ്ങൾ, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ കടന്നുകയറ്റങ്ങളെല്ലാം കൊണ്ട് ഏറ്റവും കൂടുതൽ തകരുന്നത് പശ്ചിമേഷ്യൻ ജനതയും അവരുടെ ഒരു സുസ്ഥിരമായ ഒരു സമ്പദ് വ്യവസ്ഥയുമാണ്. അതായത് പശ്ചിമേഷ്യ തന്നെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുക. ഈ അനീതിക്കെതിരെ ഇറാൻ നടത്തുന്ന അതിശക്തമായ ചെറുത്തുനിൽപ്പ്, ആ ഒരു ചെറുത്തുനിൽപ്പിനെ കേവലം ഒരു രാജ്യത്തിന്റെ പ്രതിരോധം മാത്രമായിട്ടാണ് ഇന്ന് മറ്റുള്ള രാജ്യങ്ങൾ, എന്തിന് പശ്ചിമേഷ്യ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ മേഖലയുടെ, പശ്ചിമേഷ്യയുടെ മൊത്തത്തിലുള്ള ഒരു ദേശീയ അഭിമാനത്തിന്റെയും അല്ലെങ്കിൽ ഒരു പ്രാദേശിക സ്ഥിരതയുടെയും ഒരു സംരക്ഷണമാണ് ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അമേരിക്കൻ താവളങ്ങൾ മുഴുവൻ തീരണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതായത് അവരുടെ സാമ്പത്തിക അവസ്ഥ, അവരുടെ മറ്റെല്ലാം അമേരിക്കയുടെ കാൽക്കീഴിലേക്ക് അടിയറ വെച്ചിരിക്കുന്ന പലതും അമേരിക്കയ്ക്ക് കിട്ടാതെ വരുമ്പോൾ അമേരിക്ക എങ്ങനെയാണ് ആ രാജ്യങ്ങളെ കാണുന്നത്, ഇറാഖിനെയും ഇറാനെയും കണ്ടതുപോലെ കാണാൻ തുടങ്ങുമ്പോഴേ ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മനസ്സിലാവും.
പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിത് നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 10-40 വർഷമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റും നടക്കുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കതറിയാം. അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ എക്കാലത്തും ആഗോള തലത്തില് സാമ്പത്തിക ഏകാധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. അത് ഇറാനുമായിട്ടുള്ള ഈ സംഘർഷത്തില് അവർ ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വന്തം സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ് വളരെ സമർത്ഥമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇത് രണ്ടും ഒന്ന് നോക്കിക്കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നിർഭാഗ്യവശാൽ പശ്ചിമേഷ്യയിലെ ചില അറബ് രാജ്യങ്ങൾ അവർ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രങ്ങൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ നിലപാട് അമേരിക്കയും അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഈ നിലപാട് അവരുടെ സ്വന്തം കുഴി തോണ്ടാനെ ഉപകരിക്കൂ എന്ന് ആ യാഥാർത്ഥ്യം സത്യത്തിൽ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നില്ല. എന്നാൽ ഈ ഒരു അപകടം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ശത്രു രാജ്യങ്ങൾക്ക് മേൽ അതിശക്തമായ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരത് നേരത്തെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. യുദ്ധം തുടങ്ങി 140 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അമേരിക്കൻ നേതൃത്വത്തിന് ഇവിടെ വളരെ കനത്ത പരാജയമാണ് നേരിടേണ്ടി വരുന്നത്. ഈ ഇറാനിലേക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കാര്യം ശരി. പക്ഷെ അപ്പോഴും അമേരിക്ക എന്നൊരു വൻ ശക്തി അവർ അർഹിക്കുന്ന, അതായത് ലോകം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ഥിതി ഉണ്ടല്ലോ, ആ സ്ഥിതിയെ, ആയുധസ്ഥിതിയെ അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു സൈനിക നേട്ടവും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന്റെ 7 അയലത്ത് പോലും എത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ലോകമഹായുദ്ധത്തിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഫ്ലൈറ്റുകളും അവരുടെ മറ്റ് റഡാറൊന്നും കണ്ടെത്താൻ കഴിയാത്ത അത്യന്താധുനിക സംവിധാനമുള്ള ഡ്രോണുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമാകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക അവരുടെ ആയുധബലം ലോകത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിർണായക ഘട്ടത്തിലേക്ക് പോലും എത്തി നിൽക്കുന്നു. അതല്ലെങ്കിൽ അവരൊരു സൈനിക ശക്തിയാണോ എന്ന് ലോകരാജ്യങ്ങൾക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇറാനുമായിട്ടുള്ള യുദ്ധം ഉണ്ടാക്കി എന്നത് ചെറിയ നാണക്കേടൊന്നുമല്ല ട്രംപിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇറാന്റെ ഭൂഗർഭ മിസൈൽ നിലവറകൾ, അത്യന്താധുനിക പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അമേരിക്കയുടെ എല്ലാവിധ അത്യന്താധുനിക ആക്രമണങ്ങളെയും പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കിക്കൊണ്ടിരിക്കാം. അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ, അതായത് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എത്ര തവണ ആണെന്ന് പറയാൻ പറ്റൂല. ഒരു അന്തവും കുന്തവും ഇല്ലാതെ തിരിച്ചടിക്കുമെന്നുള്ള ഇറാന്റെ കടുത്ത ഭീഷണി വെറും ഒരു വാക്കല്ല, ട്രംപ് വിടുന്നത് പോലെയുള്ള തള്ളിവിടലുകളല്ല എന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസിന്റെ തന്നെ നിയന്ത്രണം ഇറാൻ കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അമേരിക്ക പിടിച്ചെടുത്തുകൊണ്ട് അമേരിക്ക അത് ചുങ്കം പിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മനസ്സിലാക്കണം, പശ്ചിമേഷ്യയുടെ സാമ്പത്തിക നില പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയെ ഒന്നടങ്കം തകർക്കാനുള്ള ശേഷി ഈ ഇറാൻ ഉണ്ടെന്ന് അമേരിക്ക മനസ്സിലാക്കണം. അമേരിക്ക ദശാബ്ദങ്ങളായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിൽ ഇറാൻ സ്വന്തം കാലിൽ നിന്ന് ആധുനിക സൈനിക ശേഷി കെട്ടിപ്പടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു മാതൃകയാണത്. ഈ യുറേനിയം നിക്ഷേപം കൊണ്ട് വളരെ സമ്പന്നമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാന്റെ ഭൂപ്രദേശം യുറേനിയം കൊണ്ട് നിറച്ചു വെച്ചേക്കാണ്. ഓരോ മേഖല അങ്ങനെയാണല്ലോ. പെട്രോൾ ഒരു ലോകത്തിന്റെ ഒരു മേഖലയെ കൊടുക്കുന്നുണ്ടെങ്കിൽ യുറേനിയം ഇവിടെ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ ഇറാനെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇറാനെ നശിപ്പിക്കുക. ഇറാനെ പിടിച്ചെടുത്ത് തങ്ങളുടെ അധീനതയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ മുഴുവൻ പരിധിയിലാക്കാനുള്ള സൈനിക ശക്തിയായി മാറാനും അല്ലെങ്കിൽ ആണവ ശക്തിയായി തുടരാനും അമേരിക്കയ്ക്ക് ആവശ്യത്തിനുള്ള യുറേനിയം കിട്ടും. അല്ലെങ്കിൽ അവരുടെ ഊർജ്ജ പ്രതിസന്ധി തീർക്കാനുള്ള യുറേനിയം കിട്ടും. അതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മറ്റുള്ളവന്റെ മുതൽ പിടിച്ചു പറിക്കുക, കട്ടെടുക്കുക, എന്നിട്ട് കള്ളത്തരത്തിലൂടെ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇത് അമേരിക്കയുടെ ഒരു ദീർഘകാല സ്വപ്നമാണ്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ യുദ്ധം അവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിറിയ, ലെബനന്, അതുപോലെ യമൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ നേരിട്ടിട്ടുള്ള വലിയ തകർച്ച, മാനുഷിക ദുരന്തങ്ങൾ, ഇതൊക്കെ ഇറാന്റെ മുന്നിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഇറാൻ ഈ പോരാട്ടത്തെ കേവലം ഒരു അതിർത്തി സംരക്ഷണമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ പ്രാദേശിക സ്വാതന്ത്ര്യത്തിന്, പരമാധികാരത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടം, ഒരു പുറപ്പാടാണ് നടത്തി കാണിക്കുന്നത്. അമേരിക്കയുടെ കച്ചവട കണ്ണുകൾ എപ്പോഴും പശ്ചിമേഷ്യയിലെ എണ്ണക്കുഴികളിലാണ്. അവിടെയാണ് അവരുടെ കണ്ണുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ സുരക്ഷ എന്നത് ലോകത്തെ പറ്റിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇസ്രായേലിന് എന്ത് സുരക്ഷ? ഇത്രയധികം ആയുധങ്ങളും മറ്റു കാര്യങ്ങളും ബലങ്ങളുമുള്ള ഒരു ചെറിയ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവർ അത്രത്തോളം സൈനികമായി വളർന്നിട്ടുണ്ട്. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങൾ ഈ ഒരു കപടതന്ത്രം ഇപ്പോൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങുന്നുമുണ്ട്. പക്ഷെ എങ്കിലും അത് തിരുത്താനുള്ള സമയം ഒരു പക്ഷെ കൈവിട്ടു പോയതിനു ശേഷമായിരിക്കും അവർക്ക് തോന്നുന്നത്. അമേരിക്കയുടെ പരമ്പരാഗത യുദ്ധ നയങ്ങളുണ്ട്. മറ്റു രാജ്യങ്ങളുടെ മേൽ കടന്നു കയറിയിട്ട് അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില
ചില പ്രവർത്തികൾ, ആ കുൽസിത ബുദ്ധി. പക്ഷെ അതൊക്കെ അമ്പയെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ കാണുന്നത്. ഇറാന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 140 ദിവസങ്ങൾ പിന്നിട്ട ഈ കനത്ത യുദ്ധം അമേരിക്കയുടെ സൈനിക ബഡ്ജറ്റിനെ എത്രത്തോളം തകർത്തിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. അത് ലോകം ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ അമേരിക്കൻ ജനത അത് തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയിലെ ഭരണകക്ഷി അടക്കം അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടായി വരുന്നത്. ട്രംപിനോട് യുദ്ധം തുടരാൻ പാടില്ല എന്ന കൽപ്പന വരുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ തിരിച്ചടികൾ അത് ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ, അവരുടെ സഖ്യകക്ഷികളെ ഒക്കെ കടുത്ത ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഈ ആക്രമണം, ഇറാന്റെ നേതൃത്വത്തിൽ പശ്ചിമ ജനതയുടെ വലിയൊരു ഐക്യം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശക്തമായി വരുന്നുണ്ട്. അത് അമേരിക്കൻ ഏകാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു ചരിത്രപരമായ ഘട്ടത്തിന് തുടക്കം കുറിക്കുമെന്നത് അത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്ക പിടിമുറുക്കിയിട്ടുള്ള ആ ഒരു ശേഷിയുണ്ടല്ലോ, ഒരു ശക്തി, അതായത് താനാണ് പശ്ചിമേഷ്യയെ സംരക്ഷിക്കുന്നത് എന്ന രീതിയിലുള്ള അമേരിക്കൻ നിലപാട്, അത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ ഇറാന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് പശ്ചിമേഷ്യ ഒരു സഖ്യമായി മാറിക്കഴിഞ്ഞാൽ ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഈ ഭൂപടത്തിൽ ഒന്നുമല്ലാതായി തീരും. ഈ കടുത്ത പോരാട്ടത്തിൽ ഇന്ന് ഇറാൻ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് തന്നെ റഷ്യയുണ്ട്, ചൈനയുണ്ട് തുടങ്ങിയ ആഗോള വൻശക്തികളുടെ ശക്തമായ പിന്തുണ അവർക്കുണ്ട്. അമേരിക്കൻ ഏകാധിപത്യത്തെ അല്ലെങ്കിൽ ആ ആധിപത്യം അതുകൊണ്ട് തകരുമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. 100 മീറ്റർ ആഴത്തിലുള്ള പാറയിടുക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇറാന്റെ ഭൂഗർഭ ആയുധ ശേഖരവും അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനിക സാങ്കേതിക വിദ്യകളെ പോലും അപ്രസക്തമാക്കുന്ന മറ്റ് സംവിധാനങ്ങളും ഒക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ട്രംപ്. കാരണം അവർ പ്രതീക്ഷിച്ചതല്ല. 40 വർഷമായിട്ട് ഉപരോധം നേരിടുന്ന ഇറാൻ, അവർക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല, സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ പണ്ട് ജാംബവന്റെ കാലത്തെ 40 വർഷം മുമ്പുള്ള വിമാനങ്ങളും 40 വർഷം മുമ്പുണ്ടാക്കിയ മിസൈലുകളും വെച്ചുകൊണ്ട് കാത്തുകുത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞ് ചാടിയതാ. എന്നാൽ ഈ 40 വർഷം അവർ എന്തെടുക്കുകയായിരുന്നു എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞപ്പോ അവർ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനിക സാങ്കേതിക വിദ്യകളെ പരാജയപ്പെടുത്തുന്ന, അപ്രസക്തമാക്കുന്നത് അവർ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ അന്തം വിടാൻ കാരണം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ഇറാൻ ചെയ്യുന്നത് പശ്ചിമേഷ്യയുടെ രക്ഷയാണ്. ആ യുദ്ധം കൊണ്ട് തകർന്നടിയുന്ന പശ്ചിമേഷ്യയെ രക്ഷിക്കാൻ ഇറാൻ ശ്രമിക്കുന്ന ഒരു വലിയ ചരിത്രപരമായ ഉത്തരവാദിത്വമായിട്ടാണ് ഒരു വിഭാഗം ജനങ്ങളെങ്കിലും രാജ്യങ്ങളെങ്കിലും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയത്. അമേരിക്കയുടെ ഒരു യഥാർത്ഥ മുഖം, അതായത് സാമ്രാജ്യത്വം, കടുത്ത കൊള്ള, മറ്റുള്ളവരെ കൊള്ളയടിക്കാൻ വേണ്ടി അവിടുത്തെ ഭരണാധികാരികളെ കൊന്നൊടുക്കിയിട്ട് അവിടുത്തെ മുതൽ മുഴുവൻ പിടിച്ചെടുക്കുക, രാജ്യത്തെ അധീനപ്പെടുത്തുക. അതായത് പിടിച്ചു പറിച്ച് കൊള്ളയടിക്കുന്ന കള്ളൻ, ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനാണ് അമേരിക്ക. അതിൽ തന്നെ ഏറ്റവും വലിയ കള്ളനാണ് ട്രംപ് എന്ന് തെളിഞ്ഞിരിക്കുക. പശ്ചിമേഷ്യൻ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ മൂടുപടത്തിന് അപ്പുറമുള്ള ക്രൂരമായ ഒരു യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുന്നോ അന്ന് തീരും അമേരിക്ക. ഇസ്രായേലിനെ ഞങ്ങളുടെ സുരക്ഷിതമാക്കാൻ പോകുന്നു എന്നൊക്കെ ആ ഒരു വ്യാജ നടിപ്പ് കൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളുടെ സ്വന്തം സമ്പത്തിന്റെ പരസ്യമായ കൊള്ളയ്ക്ക് വേണ്ടി അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സത്യാവസ്ഥയാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ ധീരമായി തുറന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യുറേനിയം പോലുള്ള തന്ത്രപ്രധാനമായ വിഭവങ്ങൾ കൈക്കലാക്കുക, അതുപോലെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുക എന്നൊരു അമേരിക്കയുടെ ഒരു മോഹം, അത് ഈ ഇറാന്റെ കടുത്ത പ്രതിരോധത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 140 ദിവസത്തെ യുദ്ധം അമേരിക്കയ്ക്ക് വരുത്തിവെച്ചത് നികത്താനാവാത്ത കനത്ത നഷ്ടങ്ങളാണ് എന്ന് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വ സ്വപ്നങ്ങളുടെ മണ്ടയിലേക്ക് അടിച്ചിട്ടുള്ള വലിയൊരു ആ സ്വപ്നങ്ങൾക്കേറ്റ വലിയൊരു തകർച്ചയായിട്ട് ലോക ജനത തിരിച്ചറിഞ്ഞു എന്നത് അവർക്കൊരു നാണക്കേടും കൂടെ ആയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു ശാശ്വതമായ ഒരു സമാധാനം അത് ഇനി വരണമെന്നുണ്ടെങ്കിൽ അത് ഇറാന്റെ വിജയത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. കാര്യം ഇറാൻ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയും ഇസ്രായേലും വീണ്ടും അസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പശ്ചിമേഷ്യ ഒരിക്കലും സമാധാനമാവില്ല. അതിന്റെ തെളിവാണ് കരാർ ലംഘനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ യുദ്ധവ്യാപാരം, അവരുടെ ആയുധ കച്ചവടം, അത് ലോകത്തിന് മുന്നിൽ വലിയ ഒരു ദുരന്തമാണ് ഇതുവരെ സമ്മാനിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതും. എണ്ണ, അതുപോലെ പ്രകൃതി വിഭവങ്ങൾ, ഇതൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന അമേരിക്കയുടെ ക്രൂരമായ യുദ്ധം അത് ഏത് രാജ്യത്തോടെന്നല്ല, എവിടെയും അത്തരത്തിലുള്ള ഒരു യുദ്ധം ഇപ്പൊ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധമായതുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ ഇറാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇറാൻ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇറാന് കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യ ഇല്ല. അതായത്
ഇറാൻ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കരാർ ചെയ്തുകൊണ്ട് യുദ്ധം ഈ രീതിയിൽ അമേരിക്കന്റെ താല്പര്യക്കനുസരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പശ്ചിമേഷ്യ ഉണ്ടാവില്ല. പശ്ചിമേഷ്യയിൽ പിന്നെ ആരും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ അമേരിക്ക കയറി അങ്ങോട്ട് മേയും. Different angles. Don't forget to subscribe and support this channel.